കഴിഞ്ഞ വർഷം ദർശനത്തിന് ഒരു അടുത്ത വില കൊടുക്കാൻ എനിക്കറിയാം. എന്റെ ദർശനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ജസ്ബ്രദർ ഇവിടെ വന്നപ്പോ എന്നെ ഇന്റർവ്യൂ ചെയ്തു കഴിഞ്ഞ ഏപ്രിലിൽ അല്ലേ. അത് കഴിഞ്ഞ് ഞാൻ 15-ാം തീയതി നാട്ടിലെത്തി. 25-ാം തീയതി ഞാൻ രാവിലെ ബാത്റൂമിൽ പോയപ്പോൾ എനിക്ക് യൂറിൻ പാസ്സാണ് ബുദ്ധിമുട്ട് തോന്നി. അപ്പൊ അമിച്ചാൻസിൽ അമേരിക്കയിലാണ് ഞങ്ങൾ രണ്ടും കൂടെ പോയത്. ചുരുക്കി പറഞ്ഞാൽ ബിനു പറഞ്ഞു, അവന് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഡോക്ടറുണ്ട്, വിശ്വാസിയാണ്, യൂറോളജിസ്റ്റാ. പുള്ളിയെ വിളിച്ചു പറഞ്ഞു അങ്കിളെ മമ്മാക്കി. പുള്ളി പറഞ്ഞു മമ്മാട് പറഞ്ഞപ്പോൾ ഒരു സ്കാനും എടുത്ത് ഒരു ബ്ലഡ് ടെസ്റ്റും ഒരു യൂറിൻ ടെസ്റ്റും ഒക്കെ എടുക്കാൻ പറഞ്ഞു. അത് പറഞ്ഞതുകൊണ്ട് നമ്മൾ പോയി. അന്ന് രാവിലെ അവൾ ഉണരുമ്പോൾ ഒരു കാഴ്ച കണ്ടോണ്ട് അവൾ ഉണരുന്നു. അവൾ കണ്ട കാഴ്ചയില്ല ഒരു വലിയ 2 നില കിട്ടും, ഒരു ബീച്ചിലെത്തില്ല. അതിന് ഞങ്ങൾ ഫാമിലിയായിട്ട് അതിനകത്ത് അവൾ ആ ബീച്ചിന്റെ സൗന്ദര്യം എല്ലാം നോക്കിയിരിക്കുക. ആ സമയത്ത് കാണാം വലിയൊരു സുനാമി അടിച്ചു വരിക. അത് കെട്ടിടത്തെക്കാൾ വലിയ സുനാമി, ഓരോ നിലയും രക്ഷപ്പെടാൻ. അപ്പൊ അവള് ഇങ്ങനെ കർത്താവെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുമ്പോഴത്തേക്കും കാണാം ഒരു വലിയ ഹ്യൂജ് ടണൽ. അത് ഗ്ലാസ് ആണ്, ട്രാൻസ്പാരന്റ് ആണ്. ഈ കടലിനകത്തേക്ക് തുറക്കുക. അതിനകത്ത് ഒരു തുള്ളി വെള്ളം പോയി. കർത്താവ് എന്നാ പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ, ഇതിനകത്തൂടെ കയറിയങ്ങ് പോയാ മതിയല്ലോ. അത് ആണ് അവൾ കണ്ണു തുറന്നു. അപ്പൊ ഉണ്ടാ ബീനാട് SMS ചെയ്യണം, അമ്മയ്ക്ക് തന്നെ സുഖമില്ല, ഞാൻ നാട്ടിലോട്ട് കൊണ്ടുപോകാൻ. ഇത് കാണുകയും ഇവിടെ എന്നെ വിളിച്ചു പറഞ്ഞു അമ്മ വാട്ട് എവർ ഇറ്റ് മൈ, കർത്താവ് നമുക്ക് ഓൾറെഡി ഒരു കടൽ വലിയ സുനാമി അടിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ മമ്മ ഒന്നും ഭാരപ്പെടണ്ട, നമുക്ക് വേണ്ടി കർത്താവ് ഓൾറെഡി വഴി തുറന്നു കഴിഞ്ഞു. അത് എന്നെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തി. അന്ന് എന്നോട് കർത്താവ് എപ്പോഴും പാട്ടിൽ കൂടെ സംസാരിക്കുന്നത്. അന്ന് രാവിലെ ഞാൻ ഉണരുമ്പോ ഒരു പാട്ടിന്റെ അടി കേട്ടാ ഉണരുന്നത്. ഇതാണ് എന്നിലും ശക്തർ എന്നിലും ഭക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ, ആ പാട്ടാ. അപ്പൊ കർത്താവിനോട് പറയുക, ഞാൻ ചോദിക്കരുത് എന്താ കർത്താവ്, നിന്നിലും ശക്തർ നിന്നിലും ഭക്തർ കടന്നു പോയിട്ടുണ്ട്. അതിൽ ഒരു സ്റ്റാൻസ് ഇതാണ്, ആഴിയെ നോർത്തില്ല ആഴമാനാൻ വരുന്നതാ പ്രിയനെ സമുദ്രത്തിൽ നടുക. അപ്പൊ അവിടെ സമുദ്രം കാണിക്കുക, ഇവിടെ സമുദ്രത്തിൽ നടുവ് വരിക. അത് കഴിഞ്ഞാ ബാത്റൂമിൽ പോകുന്നത് ഞാൻ. അപ്പൊ ഡേ 1 കർത്താവ് തുടങ്ങി എന്നോട് സംസാരിക്കാൻ. അത് കഴിഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ ഒരു സിസ്റ്റാണ് ഓവറി എന്ന് പറഞ്ഞു, അത് എടുത്തു കളയണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ബോംബെക്ക് പോവാം, മോൻ അവിടെ ഉണ്ടല്ലോ, അവിടെ തന്നെ മിഷൻ ഹോസ്പിറ്റൽ. 3-ാം തീയതി ഞങ്ങളെ ബിജു ആംസ്റ്റർഡാമി മീറ്റിംഗ് ആണ്, അവനെ ക്യാൻസൽ ചെയ്തിട്ട് അവൻ ബോംബെ വന്നു. അവിടെ വെച്ച് തന്നെ അവനൊരു ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ എല്ലാം റെഡിയാക്കി. ആ ഡോക്ടർ മിഷണറി പോലെയാണ്, വലിയ നല്ലൊരു ഹോസ്പിറ്റലുമാണ്. ചുരുക്കി പറയാം 3-ാം തീയതി ചർച്ചയിൽ ഞാൻ പ്രസംഗിച്ചു, ബോംബെ ചർച്ചയിൽ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഓപ്പറേഷൻ ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫിബിയുടെ 2 മക്കളെ എൻ്റെ കയ്യിലാണ് ജനിച്ചപ്പം. അപ്പൊ അത് മൂത്തവള് പ്രേസി, ഇളയവൻ പ്രിൻസ്. പ്രേസി ഇപ്പം മെൽബണിൽ നേഴ്സായിട്ട് ജോലി ചെയ്തു. ആ 2 പിള്ളേരും മുമ്പേ ചർച്ച ചെയ്തു. ഉടനെ അവര് ഫിബിയെ വിളിച്ചു പറഞ്ഞു, മമ്മി ആന്റി അമ്മച്ചിക്ക് ഈ പിള്ളേരെല്ലാം ഇവരെന്നെ ആന്റി എന്ന് വിളിക്കും, അവരുടെ മക്കളെല്ലാം എന്നെ വിളിക്കുന്ന ആന്റി അമ്മച്ചി. അപ്പൊ ആന്റി അമ്മച്ചിക്ക് ഇങ്ങനെ അസുഖമാണ്. അപ്പൊ ഫിബി ആത്മഭാരത്തോടെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം കാണാൻ ഇങ്ങനെ എഴുതി കാണിക്കുക, ഡാനിയൽ ചാപ്റ്റർ 10, 18 and 19. ഇവിടുത്തെ എഴുതി കാണുക. അപ്പോൾ പെട്ടെന്ന് ഇവിടെ ബൈബിൾ നോക്കാം, ഇത് എന്നതാ വചനം. അവൾ ഇംഗ്ലീഷ് ബൈബിൾ ആയിട്ട് ആ വാക്യം ഇതാണ്, again the one who looked like a man touched me and strengthened me and told me, do not be afraid. Amen. You who are highly esteemed, be strong now. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്നെയും മനുഷ്യ സാധിച്ചിട്ടുള്ളവൻ അവിടെ വെളിപ്പെടുത്തി, നിനക്ക് സമാധാനം. അതായിരുന്നു ഇത് കേൾക്കുക. ദൈവം നേരിട്ട് സംസാരിക്കുന്ന പോലെയല്ലേ ഇത് എഴുതി കാണിച്ചപ്പോ. ഫിബി പറയാൻ ഓരോ വാക്കിങ്ങനെ ബ്ലിങ്ക് ചെയ്ത് വരിക. പക്ഷെ പ്രിയമുള്ള എഗെയിനകത്ത് വേറെ ഒരു ആഴമായ സത്യം കിടപ്പുണ്ട്. അത് എനിക്കും കർത്താവിനും ഫിബിക്കും മാത്രമേ എടുത്തു. എന്നാന്ന് പറഞ്ഞാൽ 21 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ എനിക്ക് ലെഫ്റ്റ് ബ്രസ്റ്റില് ഒരു ഡിസ്ചാർജ്.
അപ്പൊ തമിഴ്നാടില്ല. എൻ്റെ അനിയത്തി കോയമ്പത്തൂരുണ്ട്, അവളെ ഞാൻ വിളിച്ചോളൂ. അവൾ പറഞ്ഞു അടുത്ത ട്രെയിൻ കയറി നമുക്ക് പോയി ഡോക്ടറെ കാണിക്കാം. അവിടെ ആരോടും ഞാൻ പറഞ്ഞില്ല, പിള്ളേരെല്ലാം കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുക. അവിടെ പോയി 4-5 ഡോക്ടേഴ്സിനെ കൊണ്ടിട്ട് അവർക്ക് ആർക്കും ഒന്നും ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇറ്റ് വാസ് സ്റ്റിൽ ദെയർ. അപ്പൊ ഞാൻ വന്നിട്ട് ഇതെന്നാ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫിബി എന്നോട് പറയാം. ഫിബി അവർ 2 പൊടി കൊച്ചുകളുമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുക. ഫിബി പറയാം, ആൻറ്റി ഞാൻ ഒരു സ്വപ്നം കണ്ട സ്വപ്നമില്ല. എന്നാന്ന് പറഞ്ഞാല് ആൻറ്റി ഒരു മുട്ട പൊട്ടിച്ച് 4-5 പേര് ഫ്രഞ്ച് ബിയേഡൊക്കെ വെച്ച് സയന്റിസ്റ്റിനെ പോലെ നിൽപ്പുണ്ട്. ഓരോരുത്തരടുത്തായിട്ട് ആൻറ്റി കൊടുക്കും. അവരെല്ലാം ഇങ്ങനെ തലയാടി. അപ്പൊ ആൻറ്റി പിന്നെ ഇതെന്നാ എന്ന് പറഞ്ഞ അവിടെ നിൽക്കുമ്പോൾ നീൽമേനി, രമലയ്ക്ക് ഓർമ്മയുണ്ടോ? നീൽമേനി പുള്ളിയൊക്കെ യേശുവിനെ പോലെ താടിയൊക്കെ ആയിട്ട് ഒരു ഓസ്ട്രേലിയൻ മിഷനറിയാണ്. പുള്ളി അവിടെ നിന്നിട്ട് പറയുക, ഫിയർ നോട്ട്. ഇത് കേട്ടപ്പോ എനിക്ക് കാര്യം പിടിക്കും. എന്നാൽ ഈ നിന്നവരെല്ലാം ഡോക്ടേഴ്സാണ്. നമ്മൾ ഈ ലിക്വിഡ് ഇങ്ങനെ ആർക്കും ഒന്നും പറയാനും വയ്യ. അപ്പൊ കർത്താവ് നിന്നോട് പറയാ, ഫിയർ നോട്ട്. ഫിബിയോട് ഞാൻ ആണോ വെച്ചേ, അത് പ്രത്യേക സ്വപ്നമാണല്ലോ മാത്രം പറഞ്ഞു. ബട്ട് ഐ ടുക്ക് ഇറ്റ്. ഞാനത് ഏറ്റു. ഒരു കുഴപ്പമില്ലാതെ വർഷങ്ങൾ കടന്നു. ആ അഗെയിൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അഗെയിൻ 21 years later, the one who looked like a man is appearing for me again with the same message. പറയുന്ന fear not, be not be afraid. പ്രിയമുള്ളവരെ, നമ്മൾ സേവിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി നിന്റെ കഷ്ടതയുടെ നടുവിലാണ്. നിന്നെ സഹായിക്കാൻ ആരുമില്ലാത്ത, ലോകത്തിൽ ആർക്കും നിന്നെ അവിടെ സഹായിക്കാൻ പറ്റത്തില്ല. എല്ലാരും ഇങ്ങനെ ഞെട്ടിയിരിക്കുക, എന്താ സംഭവിക്കുന്നത്? But there is one who come down from him. After 21 years he came down from him, telling the same message, fear not. ഈ പ്രാവശ്യം കുറച്ചുകൂടെ സൂചിപ്പിച്ച you who are highly esteemed. ഞാൻ പറയാം 21 വർഷം കൂടെ അവന്റെ വേല ചെയ്തില്ലേ? അപ്പൊ അവിടെ കുറച്ചുകൂടെ സ്നേഹത്തോടെ പീസ്. അതെന്നെ ഭയങ്കരമായി. പിന്നെ ഞാൻ എന്നെ ചിന്തിക്കാൻ, അത് കഴിഞ്ഞു അതിന്റെ അടുത്ത ദിവസം 4-ാം തീയതി ആയി തിങ്കളാഴ്ച വെളുപ്പ് ഞാൻ ഉണരുക. നിങ്ങളോട് ഞാൻ എല്ലാം പറയാം, നിങ്ങൾ എന്റെ പിള്ളേരെ പോലാണ്. ഉണരുമ്പോഴത്തേക്കും കേക്ക് ശബ്ദം 9.6. ബീന എൻ്റെ അടുത്ത് കിടപ്പോൾ ഞാൻ ഇത് കർത്താവ് 9.6 എന്ന് പറയും. ഒരു പിടി കിട്ടുന്നില്ല. അടുത്ത 5-ാം തീയതി ഈ ടെസ്റ്റ് എല്ലാമായിട്ട് ഡോക്ടറെ അടുത്ത് പോകണം. ഡോക്ടർ സ്റ്റീഫൻ ഇതെല്ലാമായിട്ട് പോയി. അപ്പം ബ്ലഡ് ടെസ്റ്റുകളെല്ലാം എടുത്തു. ഹോസ്പിറ്റലിൽ പോയപ്പം എക്സ്റേ ECG ഒക്കെ എടുക്കണമല്ലോ. അപ്പൊ എക്സ്റേ റൂമിലോട്ട് ഞാൻ കയറുമ്പോൾ പിള്ളേരെല്ലാം ഇവരെല്ലാം ഉണ്ട്. പിള്ളേരെല്ലാം വിളി നിൽക്കുക. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് തന്നെ കയറിയത്. അപ്പൊ ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് ഹാപ്പനിങ്? എന്നെ അടുത്താലും നടക്കുന്നത്. എൻ്റെ പിള്ളേരെ ഞാനിത് പറഞ്ഞു തോന്നി. എൻ്റെ ഈ വലത്തുവശത്ത് നിന്നൊരു പാടുന്ന പോലെ ഈ പാട്ട്, കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈയിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈയിടുകയില്ല ഞാൻ നിന്നെ. അവിടെ വരുന്നുണ്ട്, അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്തയില്ലയോ, ചെങ്കടലിലും വഴി നടത്താൻ ഞാനിന്നും ശക്തനല്ലയോ. അപ്പൊ അവിടെ വരിക ചെങ്കടൽ. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് എവിടെ ചിരി വരും. അതിങ്ങനെ പറഞ്ഞിട്ട് ചെങ്കടല് ചടല് തുറന്നു. ഞങ്ങൾ രണ്ടുകൂടെ ചെങ്കടലിൽ ചടലിനകത്ത് കയറി. പിന്നത്തെ യാത്ര തന്നെ. എന്നും പാട്ടും കൊട്ടും എന്നും ഭജനവും ഇതുപോലെ ദൈവശബ്ദം എന്റെ ജീവിതത്തിലേക്ക് ഇതുപോലെ നമ്മളെ കരുതുന്ന ദൈവം. എനിക്ക് അവിടെ നിന്ന് ഐ ഫെൽറ്റ് ലൈക്ക് ജമ്പിങ് അപ്പ് ആൻഡ് ഡൗൺ, ഡാൻസിങ് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ സന്തോഷം. അടുത്തത് ECG. ആ ആശുപത്രി 72 മലയാളി നേഴ്സസ് ഉണ്ട്. അവിടെ അന്നമ്മ എന്ന് പറഞ്ഞ ഒരു യാക്കോബക്കാരി നേഴ്സാണ്. എന്നെ ഇത് കുത്തിക്കിടത്തേ ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങി.
ഞാൻ ഇതെല്ലാം ഇനി അഴിച്ചെടുത്ത് എഴുതിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരി പ്രതീക്ഷിച്ചു. ആദ്യത്തെ ആത്മാവായിരുന്നത്. അത് കഴിഞ്ഞ് ഡോക്ടർ എടുത്തു പോയി. ഡോക്ടർ ഇതെല്ലാം ഇത്രയും കെട്ടുണ്ട് ഇതെല്ലാം ഇങ്ങനെ മറക്കുക. അപ്പൊ എനിക്കാണ് അനേക വർഷങ്ങളായി ഷുഗർ ഉള്ളതാണ്. അത് കൺട്രോൾ ചെയ്യാനോ മരുന്നെടുക്കാനോ ഒന്നിനും എനിക്ക് ടൈം കിട്ടിയില്ല. പിന്നെ ഒരു കാര്യങ്ങൾക്ക് നമുക്ക് സമയം കിട്ടില്ല. ഇതെല്ലാം നോക്കി നിങ്ങൾക്ക് നേഴ്സസ് ആണെന്നൊക്കെ അറിയാം. ഹീമോഗ്ലോബിൻ 14.5. അത് സാധാരണ ആണുങ്ങൾക്കാണ്. എനിക്ക് സാധാരണ 10 താഴെ കിടക്കുന്നത്. ഷുഗർ തൊട്ട് എല്ലാം നോർമൽ. ഡോക്ടർ ഇങ്ങനെ മറിച്ച് ഗുഡ് ഗുഡ്. അപ്പൊ എനിക്ക് ക്ലിക്കായി. ഞാനും BSc B.Ed പഠിച്ച ടീച്ചറാണ്. ടീച്ചർ പണി ചെയ്തില്ലെന്നേ ഉള്ളൂ. ഇത് പരീക്ഷക്കെല്ലാം നോക്കുന്ന പോലെ. അപ്പൊ കർത്താവ് പറഞ്ഞ 96% മാർക്കുണ്ടെന്ന് ടെസ്റ്റിന്. ഈവൻ ദ സ്മോൾ ഡീറ്റെയിൽസ്. നമ്മുടെ കർത്താവ് പറഞ്ഞ നമ്മൾ പറഞ്ഞല്ലോ, I find a friend in Jesus. He's the best friend. അങ്ങെങ്ങോ ദൂരെയുള്ള ആരോ ഒരു ദൈവമല്ല അവൻ. He comes down. He loves you. He cares for you. He talks to you. He's concerned about you. He will lead you and he will guide you. He's always there for you. ഇതുപോലെ സംസാരിക്കുന്ന ഒരു കർത്താവ്. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സില്ല. 7ാം തീയതി അഡ്മിറ്റ് ആയി, 8ാം തീയതി ഓപ്പറേഷൻ. 7ാം തീയതി രാത്രിയായി, 3ാം രാത്രി കിടക്കാറ് പറഞ്ഞ് എങ്ങനെയാ ഇങ്ങനെ കുറഞ്ഞു. ഞാൻ പോണെ ഞാൻ എന്റെ കർത്താവിന്റെ കയ്യിലല്ലേ, പിന്നെ എനിക്ക് എന്നാ പേടിക്കാൻ. അടുത്ത ദിവസം ഓപ്പറേഷൻ തിയേറ്ററിൽ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിള്ളേരെ. ബിജു പറഞ്ഞു അമ്മ പേഷ്യന്റ് പോലാണ് പോയത്, ഡോക്ടറായിട്ടില്ല പോയത്. തലേ തപ്പിയെല്ലാം വെച്ച് ചിരിച്ചെല്ലാവർക്കും ഗെയിം ചെയ്ത് ആ വചനത്തിൽ പറയുന്നുണ്ട്, he touched me and strengthened. അവനെ തൊട്ടു. ആ ശക്തി ഒരു ഭയങ്കര ശക്തിയാണ്. നീ കൂരിലിന്റെ താഴെ കൂടെ നടക്കും, നീ തീയിൽ കൂടെ നന്നാകും, പെരുവെള്ളങ്ങളിൽ ഞാൻ നിന്നോട്, ഞാൻ നിന്നെ ശക്തിയാക്കും, ഞാൻ നിന്നെ സഹായിക്കും. അവന് മാത്രമേ നമ്മൾ ചെയ്യാൻ ഒക്കത്തുള്ളൂ. ആ ശക്തി തരാൻ കർത്താവിന് മാത്രമേ പോയി. ഞാൻ ഓരോ സ്റ്റെപ്പും ഞാൻ നടന്നാ പോയി ഓപ്പറേഷൻ എടുത്ത് വെച്ച് ഞാൻ പറഞ്ഞു ബി സ്ട്രോങ്, ബി സ്ട്രോങ് ആവും. അതെന്റെ കർത്താവിനോട് പറഞ്ഞേ, ബി സ്ട്രോങ് ആവും. പിന്നെ ഞാൻ കണ്ണു തുറക്കുന്ന ഓപ്പറേഷൻ ഈസ് ഓവർ പറഞ്ഞ ഞാൻ അതിശോക്തി പറയുകയില്ല. ഒരു ഉറുമ്പുലടിക്കുന്ന വേദന ഞാൻ എവിടെയാ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. എന്നാൽ എവിടെയെങ്കിലും വേദന കിട്ടും. അടുത്ത ദിവസം ഞാൻ നടത്തിച്ചു. 65 വയസ്സുണ്ട്. ഡോക്ടേഴ്സിന് അത്ഭുതമായിരുന്നു. സ്റ്റിച്ച് എടുത്തപ്പോഴാണ് 10-25 സ്റ്റിച്ച് ഉണ്ടായി. ഒരെണ്ണം പോലും ഒരു വെള്ളം പോലും വന്നു. ഡോക്ടേഴ്സിന് വലിയ സന്തോഷമായി. അവർ പറഞ്ഞു എവ്രിതിങ് വാസ് ഡൺ ബ്യൂട്ടിഫുള്ളി. ഈ സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായി. ഏർലി സ്റ്റേജിൽ എല്ലാം എടുത്തു, ഒന്നും പോയിട്ടില്ലായിരുന്നു. ഇനി എന്തെങ്കിലും മൈക്രോസ്കോപ്പിക്കലായിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ചെയ്യാം. അപ്പൊ അവിടെ തന്നെ ഇരുന്നു. അപ്പം ഇതൊക്കെ പറയുമ്പോഴും പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരി ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങളോടും പറഞ്ഞു അല്ലേ, ജസ്റ്റിനോടും നിങ്ങളെല്ലാം പറഞ്ഞു എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് എൻ്റെ പ്രോഗ്രാം ഹിന്ദിയിലോട്ട് പറയാം. നിങ്ങൾക്കറിയാം 8.5 വർഷമായി ഞാൻ മനസ്സോർക്കുമ്പോൾ മലയാളത്തിൽ ചെയ്തു. thousands of people got saved. അതിന്റെ ഫലമാണ് ഇന്ന് ഈ ചർച്ച. 4 വർഷങ്ങൾക്ക് മുമ്പ് മാർച്ച് 15-ാം തീയതി എനിക്കൊരു വിളി പറഞ്ഞു വെളിയിലില്ല. അതിന്റെ 2 മാസം കൂടി സ്നേഹം അവരെ ഫോണിൽ കൂടെ രക്ഷിക്കപ്പെടുത്തി. അത് കഴിഞ്ഞ് നമ്മുടെ പിള്ളേരെ അമ്മു അവരിവിടെ വന്നു, അമ്മ രക്ഷിക്കപ്പെട്ടു. സോജൻ വന്നു, ഷാജി വന്നു. ഇങ്ങനെ ഓരോരുത്തർ വരുന്നു. കർത്താവ് ആനന്ദിനെ പാസ്റ്ററായിട്ട് ഇങ്ങോട്ട് വിട്ടു. അപ്പൊ അതിന്റെ ഫലമായിട്ട് ലോകമെമ്പാട് എത്രയോ പേര് രക്ഷിക്കപ്പെട്ടു. നമ്മുടെ അവിടെ ഒന്ന് സ്നാനപ്പെട്ടു. എന്നൊരു ആന്റീനെ കൂടി ഞാൻ രക്ഷിക്കപ്പെട്ടു. അതിൽ കൂടെ സ്നാനം സത്യമാണെന്ന് മനസ്സിലായി. അമേരിക്കന്നും അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ ഒരു മാസം 80 to 100 people come to നമ്മുടെ ID. വേറെ സഹോദരിമാർ 2 പേരുണ്ട്. അവര് രക്ഷിക്കപ്പെടുത്ത ആ ജോലി ഞാൻ IDയുടെ ഒരു ഭാഗ്യം. ചിലപ്പോ വെളുപ്പാങ്ങാൻ തെറ്റ് വരുമ്പോ രക്ഷിക്കപ്പെടുത്ത ശബ്ദം കേട്ടു. ഞാൻ ദൈവമേ നേരം വെളുത്തിൽ ആത്മാവിനെ കിട്ടി. ആരേക്ക് രക്ഷിക്കപ്പെടുന്നു, ഭൂതം വിട്ടു പോകുന്നു, അഭിഷേകം. ഇപ്പൊ ഞാൻ അയർലൻഡിൽ പോയപ്പോ ഒരു കൊച്ചിനെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചതാ. അയർലൻഡിലെ ജോലി അവൾ അഭിഷേകം പ്രാർത്ഥിച്ചു.
ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. അഭിഷേകം പ്രാപിക്കാനും കൂടാൻ അത് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ കർത്താവേ, ഇത് ചുമ്മാ ഒരു TV പ്രോഗ്രാം അല്ല, ഇതിനെ ദൈവം അനൗൺസ് ചെയ്യും, ദൈവം അനുഗ്രഹിച്ചു. അതുകൊണ്ട് കേരളമല്ലല്ലോ നമ്മുടെ ദർശനം, നമ്മൾ ഇറങ്ങിയ ദർശനം ക്രൈസ്റ്റ് ഫോർ ഇന്ത്യ, ഭാരതത്തെ. അപ്പൊ അതാണെങ്കിൽ ഇപ്പൊ 1.3 ബില്യൺ ഉണ്ടെന്നാ പറഞ്ഞത്. അതിന്റെ ഒരു 75% പേർക്കെങ്കിലും ഹിന്ദി മനസ്സിലാവും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബിക്കോസ് ഇറ്റ് ഇസ് എ നാഷണൽ ലാംഗ്വേജ്. ഇത് മലയാളത്തിനവർക്ക് മനസ്സിലാവും, കുറച്ച് കേരളത്തിലുള്ള കുറച്ച് പേർ. അപ്പൊ ഇത്രയും ദൈവം ചെയ്ത കർത്താവേ, ഈ പ്രോഗ്രാം അത് ഹിന്ദിയിലോട്ട് ഡബ് ചെയ്ത് അതൊരു സെക്കുലർ ഹിന്ദി ചാനലിൽ കൊടുത്താൽ എന്തുമാത്രം പേർക്ക് കേൾക്കാൻ രക്ഷിക്കപ്പെടാം. ആ ബേർഡൻ കർത്താവിന് കഴിഞ്ഞ വർഷത്താണ്. അതാ ഞാൻ പറഞ്ഞ ഇഫ് യു ഹാവ് വിഷൻ. ഇത് വന്നപ്പോഴേ എനിക്കറിയാം. അപ്പൊ ഞാൻ അമേരിക്കപ്പെട്ട ഇവിടെ വന്ന് അവിടെയും പലരോടും ഞാൻ പറഞ്ഞു, പിള്ളേരെ ഞാൻ ഇത് ചെയ്യാൻ പോകും. ദ ഓൺലി തിങ് വിച്ച് ക്യാൻ സ്റ്റോപ്പ് മീ ഇസ് മണി. സാത്താൻ പറഞ്ഞു, നീ നല്ല മണി, നിന്നെ പിടിച്ചിട്ടാലും ഇത് ചെയ്യും. അതായിരുന്നു അതിന്റെ ചാലഞ്ച്. എന്നാല് എനിക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും, ഇഫ് ഗോഡ് ഈസ്. നേരത്തെ ആനന്ദ് പറഞ്ഞ പോലെ 6 കീമോ ചെയ്യും, 6 നേഴ്സസ്. കീമോ പോയിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ സുവിശേഷം പറയാം. ആദ്യത്തെ ഒരു ബിൻസി സോ ഡിപ്രസീവ്. ഞങ്ങളുടെ പിള്ളേർ എനിക്ക് ഒത്തിരി ആശ്വാസമായിരുന്നു. വിനുവപ്പ കൂടെ ഉണ്ട് എന്റെ കൂടെ. അപ്പൊ അത് കഴിയുമ്പോൾ അവള് പറഞ്ഞു, എനിക്ക് എന്റെ 5 ദിവസം കൊച്ചു പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടാകും. ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ അവളെ കണ്ടില്ല. 4ാമത്തെ കീമോയ്ക്ക് പോകുമ്പോ ഈ പെണ്ണെ ഞാൻ എല്ലാം കണ്ടിട്ട് മനസ്സിലാക്കില്ലായിരുന്നു. She was all over changed, bubbling with joy. അന്ന് പറഞ്ഞു, ആന്റി I'm 3 months pregnant. പിന്നെ സൗമ്യ എന്ന് പറഞ്ഞ വെച്ചാൽ ആ പ്രാവശ്യം പറഞ്ഞു, ആന്റി ഞാൻ പ്രഗ്നന്റ് ആ, പക്ഷെ എനിക്ക് തൈറോയിഡ് ഇസ് നോട്ട് ദാറ്റ് ഗുഡ് വെൻ യു ആർ പ്രഗ്നന്റ്. പ്രാർത്ഥിക്കാൻ വേണ്ടി അടുത്ത പ്രാവശ്യം പോയി പറയാം, ആന്റി ഐ ആം ടോട്ടലി നമ്മളൊരു അതിന്റെ മിഷൻ അവിടെ പെൺപിള്ളേരെല്ലാം ഈ വാർത്ത അങ്ങ് പരന്നു. എല്ലാം ഓടി വരിക, പ്രാർത്ഥിക്കാൻ. ഞാൻ പോയാ പിന്നെ ഇതുങ്ങളെല്ലാം എന്റെ ചുറ്റും. ഞാൻ പുസ്തകം കൊടുക്കുന്നു, ഭയങ്കര പരിപാടിയാണ്. എനിക്ക് പറഞ്ഞ 6ാമത്തെ കീമോ കഴിഞ്ഞു, 6ാമത്തെ നേഴ്സ് ഞാൻ രക്ഷിക്കപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും സെൽഫ് അപ്പുറം ഇരിപ്പുണ്ട്, കരച്ചന്റെ അപ്പുറം. അവളിങ്ങനെ ഒരു ഫോട്ടോ എടുത്തു. അതിന്റെ പറഞ്ഞ മമ്മ ഇങ്ങനെ വെച്ചു. 6th nurse also got saved. നിന്നെ പിടിച്ച് എവിടെ കൊണ്ടിട്ടായി പിന്നെ കാൽമവാരം. സീസറിന്റെ കൊട്ടാരത്തിന് ആരുണ്ടായിരുന്നു പിൽക്കാലം? വിശ്വാസികളുണ്ട്. പൗലോസ് അവിടെ പോയതാ, പോയിടത്തെല്ലാം വിശ്വാസം. നിന്നെ കാലാകത്ത് പിടിച്ചിട്ടാൽ അവിടെ നീ അല്ലെ വന്നാ കുടിക്കാത്ത അവിടെയും കാണും വിശ്വാസം. സാധാരണ കീമോ എടുത്ത് കിടക്കുന്ന ഒരു പേഷ്യന്റ് ലോകം മുഴുവൻ എനിക്ക് പ്രാർത്ഥിച്ചു കേട്ടോ. നിങ്ങളെല്ലാം എനിക്ക് പ്രാർത്ഥിച്ചു, ഞാൻ വളരെ നന്ദി. എല്ലാവരും I was rejoicing. Every day the Lord was He was singing to me. Hallelujah. ഒരു ദിവസം ഞാൻ കേട്ട പാട്ട് ഇതാ, നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈശോദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈശോദന. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. നമ്മളൊരു ഇങ്ങനത്തെ ലവ് സോങ് ഒക്കെയാ പാടിക്കൊണ്ട് പോകുന്നത്. കണ്ടാ നീ എന്നും എന്റേതാ, ഞാൻ എന്നും നിന്റേതാ. പിന്നെ നമുക്ക് എന്താ ഭാഗ്യപ്പെടാൻ. ഓരോ ദിവസവും ഞാൻ ഉടരുമ്പോ എന്റെ അരുമാതിരിക്കും. അതിൽ വളരെ സന്തോഷം. അത് മാത്രമല്ല, ഞാൻ ഒത്തിരി സന്തോഷിച്ചു. എന്റെ ആ വേദനയെ നൽകി. ഞാൻ പറഞ്ഞല്ലോ ഈ രഫിലായി ഈ പിള്ളേരെ ഫിബിയുടെ കാര്യം 31 വർഷം മുമ്പ് ഫിബി എന്റെ തോന്നാണ്. അതാണ്ട് അടുത്തടുപ്പിച്ച് രമല വന്ന അവളെ പാവാടി ബ്ലൗസ് ഇട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്ന വച്ച ഞങ്ങൾ അവിടെ പാത്ത് വെച്ചു. അവളെ കെട്ടിച്ചു. 2 പിള്ളേരെ എന്റെ കൈ തന്നു. എന്റെ മോളാണ്, എന്നെ അവളെ അമ്മയായിട്ടാണ് കാണുന്നത്. ഇത് അവൾ ഇന്ന് 400 വിശ്വാസികളുടെ ചർച്ചിലെ പാസ്റ്ററായി. നോർത്ത് കർണാടകയിലെ ഏറ്റവും വലിയ പട്ടണം ബെൽഗാം. അവിടുത്തെ ഏറ്റവും വലിയ ചർച്ച നമ്മുടെ ചർച്ച. അവിടുത്തെ പാസ്റ്റർ ഭാര്യയാണ്. 10-15 ബ്രാഞ്ച് ചർച്ചസ്. ഷീസ് എ വെരി ബിസി ലേഡി. എന്നാൽ 4 കീമോ ഒഴിക്കും.
ഓരോ കീമോ കഴിയുമ്പോഴും 10 ദിവസം അവിടെ എൻ്റെ കൂടെ ബിജുവിൻ്റെ വീട്ടിലാണ്. അവരെന്നെ നോക്കും, എൻ്റെ മക്കളാ. പക്ഷെ 24 മണിക്കൂർ അവർക്ക് എൻ്റെ കൂടെ ഇരിക്കാനോ 24 hours പ്രാർത്ഥിക്കുകയും പാടുകയും ധൈര്യപ്പെടുത്തുകയും. ഞാൻ ഓർത്ത് കർത്താവേ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കൊച്ചിലേക്ക് വേണ്ടി പാടുപെട്ടു. ഇപ്പൊ എൻ്റെ ആവശ്യമാണ് എന്റെ കുഞ്ഞുങ്ങളെക്കാൾ വേറൊരു കൊച്ചാ അവിടെ നോടി മതി. ഈ പെൺപിള്ളേരെ എന്നെ പൊട്ടിക്കളഞ്ഞാ വരുന്നത്. എന്റെ പിള്ളേർ നിങ്ങൾക്ക് കരയുന്നേ വന്ന് നിന്ന്. അപ്പൊ ഒത്തിരി നമുക്ക് ലിക്വിഡ് കുടിക്കണം, ജ്യൂസ്, അത് ഇതിങ്ങനെ മാറി 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 നമുക്ക് കൊടുത്തരണം. മിനിറ്റയുടെ വിട്ട ജ്യൂസ അനാഥ കൊച്ച 20 വർഷം മുമ്പ് എൻ്റെ അടുത്ത് വന്നു. ഞാൻ അവളെ സ്നേഹിച്ചു, വളർത്തി. 3 മാസം അവളെ കെട്ടിച്ചു കൊടുത്തു. അവളെ എന്നെ നോക്കി ദൈവം അവക്കൊരു വഴി തുറന്നു. അല്ല റാന്നിയിലുള്ള ഒരു വിശ്വാസിയെ കൊണ്ടാണ് കെട്ടിച്ചത്. പറഞ്ഞില്ലേ, നമ്മളെ വാട്ട് വി ഇൻവെസ്റ്റ് ഇൻ അദേഴ്സ് ഇറ്റ് വിൽ കം ഫോർ us. നമ്മൾ സ്നേഹം കൊടുത്താൽ ഈ പിള്ളേരെല്ലാം എന്നെ സ്വന്തം അനേകരെ ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ. മാത്രമല്ല പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, യാറല്ല 8 പേരെ ഫോണിൽ കൂടെ രക്ഷപ്പെടുത്തി. അപ്പൊ നിങ്ങൾ ഓർത്തേ, ഏതായാലും 10-15 പേര് നേരെ 5-6 മാസത്തിനകം എന്നെ തകർത്ത് പൊടിച്ച് അവിടെ ഇട്ടെന്ന്, ഷെഡി കയറ്റി ഇട്ടെന്ന്. ഇത് മെയ് മാസം 15-ാം തീയതി ഞാൻ ഡിസ്ചാർജ് ആയി വന്നത്. അവര് പറഞ്ഞു മെയ് 29-ന് കീമോ തുടങ്ങണം. ഞാൻ വിചാരിച്ചു കടക്കാനും ഞാൻ എന്നാ എന്റെ എപ്പിസോഡ്സ് എടുക്കുന്നത്. കേരളത്തിലുള്ള അനിലിനെ വരാൻ പറഞ്ഞു. അവിടുത്തെ 2 ബ്രാഹ്മിൻ ലേഡീസ് അടക്കം 6 എപ്പിസോഡ്. ഈ 2 അതിനും അവർക്ക് പോസ്റ്റ് വയ്ക്കാൻ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. 2 ഓപ്പറേഷന്റെ നടുക്ക് ഉണ്ടായിരുന്ന 10 ദിവസത്തിലാണ് 6 എപ്പിസോഡ് ചെയ്യാൻ. Then the Lord's grace is nothing is impossible. ഈ കർത്താവ് നമുക്കൊരു ദർശനം തന്നിട്ടുണ്ട്. കർത്താവിന്റെ സ്നേഹം നമ്മൾ. അത് മാത്രമല്ല, അവിടെ ഇരുന്നുകൊണ്ട് എപ്പിസോഡ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ. എൻ്റെ കീമോ സെപ്റ്റംബറിൽ കഴിഞ്ഞു. എൻ്റെ പ്രോഗ്രാം ബിജുവിൻ്റെ ചർച്ച ബോളിവുഡിൽ വർക്ക് ചെയ്യുന്ന പിള്ളേരൊക്കെ. അവര് ജോയ്സ്മാന് ശബ്ദം ഡബ് ചെയ്യുന്ന സ്ത്രീയെ തന്നെ കിട്ടിയ ശബ്ദം. ഇതൊന്നും ഞാൻ അറിയുന്നത് ചെയ്ത് യൂട്യൂബിൽ കേട്ട് വന്നു. മൻകുൽ നേപ്പ, അതാണ് എൻ്റെ പ്രോഗ്രാമിന്റെ ഹിന്ദിയിലെ പേര്. മനസ്സോർക്കുമ്പോൾ എന്നുള്ളതിന് അതിൻ്റെ മനസ്സേവാഗ്രഹം പാട്ട് ഹിന്ദിയിലെല്ലാം എൻ്റെ ഇതിനകത്ത് കിടപ്പുണ്ട് വന്നു. പിന്നെ നമുക്ക് ചാനൽ നെഗോഷിയേറ്റ് ചെയ്യണം. ഏത് ചാനൽ? സോണിപ്പാൽ എന്ന് പറഞ്ഞു. അതിനകത്ത് പൈസ, പിന്നെ ടെക്നിക്കൽ പ്രോബ്ലംസ് പറഞ്ഞു. അവർ ആദ്യം പറഞ്ഞ ഒരു എപ്പിസോഡിന് 400 എന്ന് പറഞ്ഞാൽ 40,000 രൂപയാണ്. 400 പൗണ്ടാണ്. ഒക്കെ ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല. എന്ന് പറഞ്ഞാൽ 50,000 രൂപ മലയാളത്തിന് കൊടുക്കണം. ഇതെന്ത് ചെയ്യും? പക്ഷെ ഞാൻ വിശ്വാസം, ഞാൻ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുത്തി വെച്ച കർത്താവെ 8.5 വർഷം വിശ്വാസാൽ തമ്പിച്ചാനോ ന്യൂ ഇന്ത്യ ചർച്ചോടോ എനിക്ക് തന്നിട്ടില്ല. ഞാൻ തീരുമാനമെടുത്താണ് എന്റെ പ്രോഗ്രാമിൽ ഞാൻ പൈസ ചോദിക്കത്തില്ല. 8 വർഷം ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ? വിശ്വാസത്താതെ. അപ്പൊ ഇതിനെ കർത്താവ് നടത്താമല്ലോ. ഹോൾ നേഷൻ ഓഫ് ഇന്ത്യ. ഇത് എനിക്ക് വേണ്ടിയല്ല, ദൈവനാമത്തിന് വേണ്ടി. ചുരുക്കി പറയട്ടെ, മാർച്ച് 10-ാം തീയതി ഞാൻ നാട്ടിലാ. റോണി എന്ന് പറഞ്ഞ പയ്യൻ ബോംബെ വിളിച്ച് പറഞ്ഞു, ആന്റി ദേഴ്സ് എ ഗുഡ് ന്യൂസ് പറഞ്ഞാൽ സോണിപ്പാൽ നമ്മളെ അംഗീകരിച്ചു. അവര് 10,000 രൂപയ്ക്ക് നമ്മളെ അംഗീകരിച്ചു. അതപ്പൊ 40,000 ഇതാകും. പിന്നെ നമുക്ക് ഡബിങ്ങിനാകും. എല്ലാം കൂടെ 19,000 രൂപ ആകും. എന്നാലും ദാറ്റ്സ് റീസണബിൾ. നമുക്ക് വിശ്വസിക്കാനും വേണം ഒരു ഇത്. ഏറ്റവും പ്രൈം ടൈം സൺഡേ ഏർലി മോർണിംഗ് 6:30 to 7. ഏപ്രിൽ 12-ാം തീയതി പ്രിയമുള്ളവരെ എന്റെ പ്രോഗ്രാം നാഷണൽ ടെലിവിഷനിലാണ്. I am going throughout the nation of India, speaking to millions and millions and millions of people. ഞാൻ ഈ ജില്ലയിനൊക്കെ കൽക്കട്ടയിലാണല്ലോ. അവിടെ പോകുമ്പോ ഇത് ഉദാപ്പൂർ അവിടെ പോകുമ്പോൾ ഞാൻ കർത്താവേ, ഇവിടൊക്കെ ഈ അന്ധകാരത്തിൽ എങ്ങനെ വിളിച്ചു നമ്മളൊരു ക്രൂസൽ നടത്തി എത്ര പേര് ഇപ്പോഴത്തെ കാലത്ത് നടത്താനും ഒക്കത്തില്ല. ഇതിങ്ങളോടൊക്കെ എങ്ങനെ പറയും? ഞാൻ കഴിഞ്ഞ നമ്മുടെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് കൽക്കട്ടയിൽ പോകുമ്പോൾ സിക്കിമിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ അവിടെ നിന്ന് എല്ലാം വന്ന പാസ്റ്റേഴ്സ് ഉണ്ട്. എല്ലാവരും ആന്റി വി ആർ ഓൾ വാച്ചിങ് യു ഇൻ ദ ടെലിവിഷൻ. ആ മലകളുടെ എല്ലാം ഹിമാലയ പർവ്വതത്തിന്റെ താഴ്വര ഞാൻ അവിടെ പോയി പ്രസംഗിച്ചുകൊണ്ടിരിക്കാം. അതിനേക്കാൾ വലിയ സന്തോഷം റോണി വിളിച്ചിട്ട് പറയാ, ഞാൻ ഞെട്ടിപ്പോയി. ആന്റി, യു ആർ ദ ഫസ്റ്റ് വുമൻ ടു ഡു എ പ്രോഗ്രാം ഇൻ
നോർത്ത് ഇന്ത്യ, the whole of India. ഈ ഒന്നുമില്ലാത്തവളാണ് ഞാൻ. ജോയ്സ് മേയർ വിദേശികൾ ചെയ്യുന്നുണ്ട്. യു ആർ ദ ഫസ്റ്റ് ഇന്ത്യൻ ലേഡി. വൈ ലോർഡ്, വൈ മീ? എനിക്കൊന്നേ പറയാം. 45 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കർത്താവിനെ വിളിച്ചപ്പോൾ ഒന്നും നോക്കാതെ യെസ് ലോർഡ് ഐ ആം ഞാൻ വരുന്ന കർത്താവേ, നീ എന്നെ അയക്കുന്നിടത്ത് പോകാൻ, നീ എന്നോട് ആവശ്യപ്പെടുന്നത് ചെയ്യാൻ എന്ന് പറഞ്ഞ് ഒന്നുമില്ല. മുകളിൽ ആകാശവും താഴെ ഭൂമിയും മാത്രമേ ഉള്ളൂ. കെട്ടിച്ചെന്നാ പട്ടിണി മാത്രമായിരിക്കും പറഞ്ഞ ഒരു പുള്ളിയുടെ പുറകെ ഞാൻ ഇന്ത്യ മുഴുവൻ വേറെ ഏത് ടൂളിനേക്കാൾ millions of people. ഇപ്പൊ നമുക്കുള്ള ഒരു ഗുണം എന്താണെന്നറിയാവോ? വി ആർ ഓൾ ഓവർ. നമുക്ക് കേരളത്തിൽ ചിങ്ങവരത്തിന്റെ നമ്പർ മാത്രമേ ഉള്ളൂ. എന്നാ മുംബൈ, കൽക്കട്ട, ഗോവ, പൂന, ഡൽഹി, ജാർഖണ്ഡ്, പഞ്ചാബ്, ഇവിടുത്തെ എല്ലാ നമ്പർ സ്കോർ ചെയ്തോണ്ടിരിക്കും. Every Sunday people are calling from all over India. ഇന്ത്യയിൽ അവർ സുവിശേഷം പറഞ്ഞു. എത്രയോ ആത്മഹത്യ എന്നെ വിളിക്കാൻ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നോണ്ട് അധികം വരുന്നില്ല. നമ്മുടെ പിള്ളേര് വിളിച്ച് പറയല്ലേ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഹിന്ദി പ്രസംഗിക്കാം, പക്ഷെ എനിക്ക് ഹിന്ദി അക്ഷരം പോലും അറിയത്തില്ല. വിളിക്കുന്നു, അവർ രക്ഷിക്കപ്പെടുത്തുന്നു, ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, തീയിൽ കൂടെ തീയിൽ കൂടെ കടത്തി വന്ന എന്തിനു വേണ്ടിയാ? പിന്നത്തേതിൽ നീ പ്രയോജനമുള്ള പാത്രമായി. അതിനുവേണ്ടി നീ തീ കൂടെ പോയാലും എന്റെ അരുമനാഥന് വേണ്ടി കൂടുതൽ ബലം കായ്ക്കാം. നീ കൂടുതൽ ബലം കായ്ക്കാൻ എന്ത് നിന്നെ ചെത്തും. ചെത്തുന്നത് വേദനയാ. ജസ് കഴിഞ്ഞ മാസം സ്നേഹ എന്നെ ഇന്റർവ്യൂ ചെയ്ത് എടുത്തല്ലോ. അതിനെനിക്ക് ഒരു വിളിയാണ്. ഇംഗ്ലണ്ടിലാ പുള്ളിക്കാരുടെ നമ്പർ ഇല്ലാഞ്ഞോണ്ട് അല്ലേ ഞാൻ ഇവിടെ വന്ന് വിളിക്കാൻ. ആ വിളി എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. പുള്ളിക്കാരത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കണ്ടു. എനിക്കപ്പം ഇവിടെ ഞങ്ങളുടെ ഒരു 50 പൗണ്ട് ഉണ്ടെങ്കിൽ അവിടുത്തെ വേലയെ സഹായിക്കാൻ പറ്റും ഒരാൾക്കെന്ന് പറഞ്ഞല്ലോ. ഞാൻ എങ്ങനെ 1 പൗണ്ട് പോലും എനിക്ക് എക്സ്ട്രാ എടുക്കാൻ പറ്റില്ല. 4 പിള്ളേർ, ഈ പുള്ളിക്കാരൻ മാത്രം ജോലി ചെയ്യും. അപ്പോൾ 12 വയസ്സുള്ള മോളെ 2 സബ്ജക്റ്റ് ട്യൂഷന് വിടുക. ആ മോള് വന്നിട്ട് പറഞ്ഞു, മമ്മി ഞാൻ തന്നെ പഠിച്ചു. അപ്പൊ ആ മോളെ ട്യൂഷന് വിട്ടില്ലെങ്കിൽ അവർക്ക് 50 പൗണ്ട്. ആ പൈസ അയച്ചു. നമ്മൾ മോളെ പ്ലീസ് ഡോട്ട്, നീ കൊച്ചുങ്ങളെ ട്യൂഷൻ വിടാനുള്ള പൈസ എനിക്ക് വേണം. അപ്പൊ നില്ല ആന്റി അങ്ങനെ പറയല്ലേ, വി ഹാവ് ഡിസൈഡ്. ജസ് ബ്രദറിന്റെ ആ പ്രോഗ്രാം കൂടെ വിളിച്ച ഞാൻ പറയുന്നത്, നമ്മൾ സാക്രിഫിഷ്യലായിട്ട് കൊടുത്താലേ കൊടുക്കാൻ പറ്റും. നമുക്കെല്ലാം തികഞ്ഞിട്ട് നമുക്ക് കർത്താവിന് വേണ്ടി സഹായിക്കാൻ പറ്റും. അയാളുടെ ഞാൻ അവിടെ ഭാരതത്തിൽ നിന്ന് ചെയ്യുന്ന എന്തിനാണ്? നമ്മുടെ ഭാരതത്തിന്റെ കഥ കൃപയുടെ വാതിൽ അവിടെ അടഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാം അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുക. എത്ര നാൾ എന്റെ പ്രോഗ്രാമിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുള്ളിയുടെ വിലക്കകത്ത് ഞാൻ പോയി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴായത് അടച്ചു പൂട്ടുന്നത് അറിയത്തില്ല, പക്ഷെ ചെയ്യാവുന്നതോട് നിങ്ങളൊക്കെ എന്റെ കൈകളെ ബലപ്പെടുത്തണം. കഴിഞ്ഞ പ്രാവശ്യം പ്രോഗ്രാം ഞാൻ ആരോടും പറഞ്ഞു. ഈ പ്രാവശ്യം ഞാൻ ചെയ്യാൻ കർത്താവിനോട് പറഞ്ഞു, നിന്റെ പ്രോഗ്രാം വന്ന് രക്ഷിക്കപ്പെട്ട ലോകം മുഴുവനുണ്ട്, അവരോട് നീ പറയണം. ഹെൽപ്പ് യു. ഒരു 50 പൗണ്ട് ഒരു വലിയ കാര്യമല്ല. അല്ലെ ഒരു 5 പേര് കൂടി ഒരു 50 പൗണ്ട്, അല്ലെ 100 പൗണ്ട്. എല്ലാവരും ഇത് എന്തിനു വേണ്ടിയാ? എനിക്ക് വേണ്ട, അഭിഷേകം വേണ്ട, ഞങ്ങൾ 4 മക്കൾക്കും ഇപ്പൊ ഞാനിത് പറയാതിരിക്കാൻ പൊക്കത്തില്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, അനാഥം പിള്ളേര് ഞാൻ പറയുന്നതല്ല, നിങ്ങളൊരു വിറ്റ്നസ് അല്ലേ? ഇന്ന് ഇന്ത്യ മുഴുവൻ, നേരത്തെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ നിങ്ങൾക്ക് എന്താ സഹായിക്കുന്നത്? മാസ്റ്റർ സഹായിക്കണോ? ബൈബിൾ സ്കൂളിൽ സഹായിക്കണോ? തെരുവുഞ്ഞുങ്ങളെ വേണം, അനാഥകളെ വേണം, പെണ്ണുങ്ങളെ വേണം. ഞാൻ പറഞ്ഞല്ലോ, മൂസായ കഴിഞ്ഞ മാസം 50,000 രൂപ മുടക്കിയാ കെട്ടിച്ചു വിട്ടത്. 50,000 35,000 രൂപ കൊടുത്തു. ആണുങ്ങൾ 35,000 വേണം.
പിന്നെ ഒരു 35,000 ഞാൻ സാധനം മേടിച്ചു കൊടുത്തു. A to Z മേടിക്കല്ലേ. ഇതൊക്കെ എവിടുന്ന് വരും? പക്ഷെ ആ സമയത്ത് ബീന എന്ന് പറഞ്ഞ പ്രോഗ്രാം കാണുന്ന ഒരു പെങ്കൊച്ച് ന്യൂയോർക്കിലുള്ള എന്നെ വിളിച്ചിട്ട് പറയും, ആൻറ്റി ദൈവാത്മാവെന്നോട് പറയുന്നു, ആൻറ്റി അവിടെ അനാഥപ്പെടിനെ കെട്ടിക്കാൻ പോവാ, ആൻറ്റി പൈസ ഇങ്ങനെ കേൾക്കുന്നവരോ അവൾ അയച്ചു തന്നു മോനെ, ഞാനിവിടെ പോകും. അതിനു മുമ്പ് റോസ് എന്ന് പറഞ്ഞ 6 വയസ്സിൽ വന്നതാണ് നമ്മുടെ ഗോവാലെ അനാഥശാല. ആ കൊച്ചിനെ കെട്ടിക്കാം. ബീന വിളിച്ചു, അത് ബീന കൊച്ച. ബീന വിളിച്ചോണ്ട് അമ്മ അവർക്ക് 50,000 രൂപ ഇവിടുന്ന് അമ്മ. ആ സമയത്തും എന്നെ വിളിച്ചിട്ട് ന്യൂയോർക്കിൽ ഇതുപോലെ ദൈവം സംസാരിക്കുക. നിങ്ങൾ ഒരു തുറന്ന ഹൃദയത്തോടെ ഇതൊക്കെയാ നമ്മളെ സ്വർഗത്തിലുള്ള ഈ കർത്താവിന് വേണ്ടി അനാഥർക്കും വിധവമാർക്കും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഈ കർത്താവിന്റെ വേലയ്ക്കും ഇതൊക്കെ അവിടെ കണക്കിൽ ഞങ്ങളൊക്കെ എന്തിനു വേണ്ടിയാ? ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ എനർജി, ഞങ്ങളുടെ പിള്ളേര്. ഈ പിള്ളേരോട് ചോദിച്ചാൽ അറിയാം. ഞങ്ങളുടെ പിള്ളേര് ബൈബിൾ സ്കൂളിലെ ഭക്ഷണം കഴിച്ചാൽ അവിടെ ഉണ്ടാക്കുന്ന ചോറും സാമ്പാറും ഇവിടെ കൊണ്ടുപോയി അത് കഴിച്ചു വളർന്നുകൊണ്ട് ഇന്ന് അവരെല്ലാം കർത്താവിന് വേല ചെയ്യും. നമുക്ക് നമ്മളെ നിശ്ചയമായി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകും. കർത്താവിന് വേണ്ടി ചിലവാക്കി അത് സ്വന്തരായിട്ട് രാത്രികാലം ഞാൻ എൻ്റെ ഹൃദയം തുറന്നു സംസാരിക്കുക. നമ്മുടെ കർത്താവ് നല്ലവനായിട്ട് ഇതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ്, നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം, നമ്മളോട് കൂടെ വാക്ക് മാറാം. എനിക്കറിയത്തില്ല ഈ കർത്താവിന്റെ സ്നേഹം എനിക്ക് എങ്ങനെ വർദ്ധിക്കണമെന്ന്. കൂടെ ഇരുന്ന് വൈകി പാട്ടെല്ലാം പാടിയാലുണ്ടോ? ഒരു പാട്ട് പുസ്തകമുള്ള പാട്ട് സംസാരിക്കുന്നത് നമ്മളെ അവിടെയുള്ള മിഥ്യാമൂർത്തികളോ അങ്ങ് ദൂരെ കിടക്കുന്ന അറിയാം. നിന്നെ സ്നേഹിക്കുന്ന നിന്നോട് സംസാരിക്കും. നിന്നോട് കൂടെയുള്ളവൻ നിന്നെ വഴി, നിന്റെ മുറിവുകളെ കിട്ടും, നിന്നെ ആശ്വസിക്കും, നിനക്ക് വേണ്ടി കരുന്നവൻ, നിന്നെ വിളിക്കുന്നു, നിന്നെ സൗഖ്യമാക്കും, അടുത്ത ലെവലിലേക്ക് നിന്നെ വളർത്തുന്നവൻ. നല്ലൊരു കർത്താവിനെ കണ്ടുമുട്ടാൻ നമ്മളെല്ലാവരും കർത്താവ് ദൈവ സ്നേഹം അല്ലാത്തെല്ലാം വലിച്ചെറിയും, ചപ്പും ചവറെല്ലാം വലിച്ചെറിഞ്ഞിട്ട് കർത്താവിന്റെ സ്വഭാവമുള്ളവരാക്കി എന്റെ സ്വഭാവമുള്ളവരാക്കി എന്നെ തീർക്കണമേ കർത്താവ് എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചു കൊടുക്കാൻ